സ്വന്തം മകൻ മിഥുനെ പോലെ തന്നെയായിരുന്നു മാധവൻ സാറിന് ദിലീപിനെയും. ഇവർ തമ്മിൽ എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു. അത് ആരാധകർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കൊച്ചിയിലെ വീട്ടിലേക്ക് താമസം മാറുന്ന സമയത്ത് ദിലീപ് ഉണ്ടാകുമല്ലോ എന്ന ആശ്വാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കൽ മാധവൻ സാർ ദിലീപിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കൊച്ചിയിലെ വീട്ടിൽ തന്നെയാണ് താമസിക്കാൻ ഇഷ്ടമെന്ന്. ചെന്നൈയിൽ കാവ്യയോടൊപ്പമായിരുന്നു പലപ്പോഴായിട്ട് കാവ്യയുടെ അച്ഛനുണ്ടായിരുന്നത്. ഷൂട്ടിംഗ് കാര്യങ്ങളും മറ്റുമായിട്ട് ദിലീപ് നല്ല തിരക്കിലായിരിക്കും. ആ സമയം മകൾക്കും പേരക്കുട്ടിക്കും കൂട്ടായി അച്ഛനുണ്ടായിരുന്നു. തൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാവുന്ന മരുമകനോട് അച്ഛൻ ഇക്കാര്യവും പറഞ്ഞിരുന്നു. കൊച്ചിയിൽ നമുക്ക് താമസമാക്കാം, അവിടെ നല്ല സ്ഥലമാണ്, അവിടെ താമസിക്കാൻ തനിക്ക് നല്ല ഇഷ്ടമാണ്. നിരവധി പേരാണ് മാധവൻ സാറിൻ്റെ മരണവാർത്ത അറിഞ്ഞ് നേട്ടലോടെ ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തിയത്. ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങളൊന്നും മാധവൻ സാറിനുണ്ടായിരുന്നില്ല. തീർത്തും അപ്രതീക്ഷിതമായി ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത്. മരണപ്പെടുന്നതിൻ്റെ കുറച്ച് മുൻപ് കൊച്ചിയിലേക്ക് അദ്ദേഹം താമസം മാറണമെന്ന് ഇടയ്ക്ക് പറയുമായിരുന്നു ദിലീപിനോട്. ഷൂട്ടിംഗ് തിരക്കുകളും മറ്റുമായി ചെന്നൈയിലെ വീട്ടിൽ കാവ്യ തനിച്ചാവും. അതിനെ തുടർന്നാണ് മകൾക്ക് കൂട്ടായി താമസം മാറിക്കൊണ്ട് അച്ഛൻ മാധവനും എത്തിയത്. എങ്കിലും അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തണമെന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കു വേണ്ടി കൊച്ചിയിലെ വീട്ടിലേക്ക് എല്ലാവരും എത്തിയത്.